ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞ് ഈ തൊട്ടടുത്ത ദിവസത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുകയാണ്, ദൈവം നമ്മുടെ ഇടയിൽ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അത് ഈശോ വരുന്നത് വരെയുള്ള ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. ദൈവത്തെ ആരും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ പിതാവുമായ ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനും പിതാവും ഒന്നാണെന്ന് പറഞ്ഞ ഈശോ പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാനും ദൈവത്തിന്റെ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ജനങ്ങളെ രക്ഷിക്കുവാനുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ നമ്മളോട് പറയുകയാണ്, അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്തുമസിന്റെ നാളുകളിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനും അതോടൊപ്പം തന്നെ ഈ ദൈവത്തെ നേരിൽ കാണുവാനുമായിട്ട് നമുക്ക് ലഭിച്ച ആ അവസരത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഈ രക്ഷ സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.